കുട്ടി രണ്ടാമത്തെ ചാപ്റ്ററായ പേജ് ഡിസൈനിങ് ഇൻ എ വേർഡ് പ്രോസസ്സർ അഥവാ പേജ് ഡിസൈനിങ് വേർഡ് പ്രോസസ്സറിൽ എന്ന പാഠഭാഗം നമുക്കൊന്ന് നോക്കിയാലോ. ചാപ്റ്റർ 2 പേജ് ഡിസൈനിങ് ഇൻ എ വേർഡ് പ്രോസസ്സർ. വേർഡ് പ്രോസസ്സറിൽ എങ്ങനെയാണ് നമുക്ക് പേജ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചു വന്ന വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ആയ ലിബ്രോ ഓഫീസ് റൈറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പേജ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് നോക്കാം. അതിന് മുൻപ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ആയി തന്നിട്ടുള്ളത് ലെറ്റ്സ് ടൈപ്പ് ഇൻ മലയാളം. ഓക്കെ, നമ്മൾ മലയാളം ടൈപ്പിംഗ് വളരെ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, മലയാളത്തിൽ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ലിബ്രോ ഓഫീസ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കീബോർഡിൻ്റെ ഒരു ഇമേജ് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണ്, ഓക്കെ, ഇപ്പോൾ എഫ് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ മലയാളം ലെറ്റേഴ്സ് കിട്ടും, ജി അമർത്തി കഴിഞ്ഞാൽ ഏതൊക്കെ മലയാളം ലെറ്റേഴ്സ് കിട്ടും, ആ ഒരു രീതിക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിക്ക്, അതായത് മലയാളം ടൈപ്പിംഗ് ഒട്ടും അറിയാത്തവർക്ക് ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കീയിൽ 2 മലയാളം ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഴായും കൊടുത്തിട്ടുണ്ട്, വായും കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെറുതെ ബി അമർത്തി കഴിഞ്ഞാൽ എന്താണ് വരിക, വാ വരും അല്ലേ. അപ്പം നമുക്ക് ഴ വരാൻ വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബി അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഴ വരും. അതുപോലെ നമുക്ക് ള വരണം, അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എൻ കൊടുക്കും. ഈ മുകളിൽ കാണുന്ന ഈ ലെറ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, അതത് കീ പ്രസ് ചെയ്ത് കൊടുക്കാൻ. അതായത് ഓ എന്ന് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എ കൊടുക്കണം, എ എന്ന് കിട്ടണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എസ് കൊടുക്കണം. ആ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വേർഡ്സ് ലിബ്രോ ഓഫീസ് റൈറ്ററിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലിബ്രോ ഓഫീസ് റൈറ്റർ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ടു സെർച്ച് എന്നുള്ളിടത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ആദ്യത്തെ 2 ലെറ്റേഴ്സ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ സോഫ്റ്റ്വെയർ കാണിക്കും. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മുടെ ലിബ്രോ ഓഫീസ് സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യണം അല്ലേ, നമുക്ക് ആ വേർഡ് മലയാളത്തിലുള്ള ആ ഒരു വേർഡ് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കീബോർഡ് ലേഔട്ട് മാറ്റി കൊടുക്കണം. നമ്മൾ നോർമലി എന്താ ചെയ്യുക, ഇവിടുന്ന് പോയിട്ട് നമ്മൾ EN എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കലാണ് നമ്മൾ നോർമലി ചെയ്യാറ്. പക്ഷേ ഇതല്ലാതെ നമുക്ക് കീബോർഡിൽ തന്നെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ലേഔട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ സൂപ്പർ കീയും സ്പേസ് ബാറും ഒരുമിച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. കീബോർഡിൽ സൂപ്പർ കീയും സ്പേസ് ബാറും, അങ്ങനെ ഈ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാംഗ്വേജ് മാറ്റി കൊടുക്കാൻ പറ്റും. അതായത് കീബോർഡ് ലേഔട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2 കീ ആണ്, ഏതാണ് ആ കീ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കീബോർഡിൽ ഈ സൂപ്പർ കീയും അതുപോലെ സ്പേസ് ബാറും ഇത് ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേഔട്ട് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ പോയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പം നമ്മുടെ ലിബ്രോ ഓഫീസ് റൈറ്റർ ജാലകമാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഫോണ്ടും കാര്യങ്ങളും മാറ്റി കൊടുക്കാം, ഫോണ്ട് സൈസ് മാറ്റി കൊടുക്കാം, ബോൾഡ് ആക്കാം, ഇറ്റാലിക് ആക്കാം, അണ്ടർലൈൻ ചെയ്യാം, ഫോണ്ട് കളറ് മാറ്റി കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ അലൈൻമെൻറ്റ് അല്ലേ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ജസ്റ്റിഫൈ, ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വേർഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ വേർഡ് അക്ഷരം. ഓക്കെ, അക്ഷരം എന്നുള്ള വേർഡാണ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ആ എന്ന് ടൈപ്പ് ചെയ്യാൻ ഷിഫ്റ്റ് D കൊടുത്തു. ഇനി ഇവിടെ അക്ഷരം, ഇവിടെ നോക്കിയാൽ കാണാം കായും ഷായും കൂടിയിട്ട് അല്ലേ ഒരുമിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക ടൈപ്പ് ചെയ്യണം, K കൊടുത്തു. എന്നിട്ട് ക എന്നാക്കാൻ വേണ്ടിയിട്ട് D കൊടുത്തു. ഇനി ഷാന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കീബോർഡിലെ ലെസ് ദാൻ സിമ്പിൾ, ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കീബോർഡിലെ ലെസ് ദാൻ സിമ്പിൾ കൊടുക്കുക. ദാ ഇവിടെയാണ് നമുക്ക് ഷാ കിട്ടുന്നത്. ദാ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ദാ ഈ ഒരു
കീയില് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി രം അക്ഷരം അല്ലേ. അപ്പൊ രാ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ജെ കൊടുത്തു. രാ കിട്ടാൻ വേണ്ടിയിട്ട് ജെ കൊടുത്തു. കിട്ടാൻ വേണ്ടിയിട്ട് എക്സ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ അക്ഷരം എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് വന്നു അല്ലേ. അക്ഷരം എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി ഇതിൻ്റെ ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഈ ഒരു അക്ഷരം എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഫോണ്ട് മാറ്റി കൊടുക്കാം. ഫോണ്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള ഫോണ്ടുകൾ അല്ലേ, നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫോണ്ട് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ അനക് മലയാളം എന്നുള്ളൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി സൈസ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അക്ഷരം ടൈപ്പ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് നൂറ്റാണ്ട്. ഓക്കെ, നൂറ്റാണ്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൈപ്പ് ചെയ്യാൻ വി കൊടുത്തു. നൂന്നാക്കാൻ വേണ്ടിയിട്ട് ടി കൊടുത്തു. ഓക്കെ, ഇനി നൂറ്റാണ്ട് അതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് ജെ കൊടുത്തപ്പോൾ റാ വന്നു. ഡി കൊടുത്തു, വീണ്ടും ഷിഫ്റ്റ് ജെ. ഓക്കെ, നൂറ്റാണ്ട് അല്ലേ, ആ ദീർഘം വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇ കൊടുത്തു. ഇനി ഉണ്ട് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? കൂടിച്ചേരണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നാ ടൈപ്പ് ചെയ്യണം. ഇവിടെ നാ വരുന്നത് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സി. അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് സി കൊടുത്തു, ഡി കൊടുത്തു. ഇനി ഉണ്ട് എന്നാക്കണോ അല്ലേ. അപ്പോൾ നമുക്ക് നായും ഡായും. ഡാ ഏതാണ്? ഇതാണ് ഡാ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു കീല് പ്രസ് ചെയ്തു. നൂറ്റാണ്ട്, വീണ്ടും ഡി കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത അക്ഷരം നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത്, അടുത്ത വേർഡ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് പേരാൾ. ഓക്കെ, അപ്പോൾ പാ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എച്ച് കൊടുത്തു. പേ എന്നാവണം അല്ലേ. അപ്പം നമ്മൾ എസ് കൊടുത്തു. പേരാൾ. രാ വരാൻ വേണ്ടിയിട്ട് ജെ കൊടുത്തു. ആ വരാൻ വേണ്ടിയിട്ട് ഇ കൊടുത്തു. പേരാൾ അല്ലേ, എല്ല് കിട്ടണം അവിടെ. അപ്പം എല്ല് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഓക്കെ, ഇവിടെ ഇതാണ് എല്ല്. ഓക്കെ, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുത്തു. അപ്പോൾ പേരാൾ എന്ന് വന്നു. ഇനി അടുത്ത വേർഡ് തൈമാവ് അല്ലേ. തൈമാവ് എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ത കൊടുത്തു. തൈ എന്നാവാൻ വേണ്ടിയിട്ട് ഡബ്ല്യു കൊടുത്തു. മാ വരാൻ വേണ്ടിയിട്ട് സി കൊടുത്തു. മാ എന്ന് വരാൻ വേണ്ടിയിട്ട് ഇ കൊടുത്തു. വാ വരാൻ വേണ്ടിയിട്ട് ബി കൊടുത്തു. തൈമാവ് അല്ലേ, ഡി കൊടുത്തു. ഇനി അടുത്ത വേർഡ് നമുക്ക് നോക്കാം. ഏതാണ് അടുത്ത വേർഡ്? താഴ്വാരം. ഓക്കെ, താഴ്വാരം എന്ന് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് താ വരാൻ വേണ്ടിയിട്ട് എല്ല് കൊടുത്തു. താ എന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഇ കൊടുത്തു. ഴ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ബി കൊടുത്തു. താഴ്വാരം അല്ലേ, ഡി കൊടുത്തു. ഇനി അടുത്ത വാ വരാൻ വേണ്ടിയിട്ട് ബി കൊടുത്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ വേറൊരു സിമ്പിളായിട്ടാണല്ലേ കാണിക്കുന്നത്. വാ അല്ല വന്നത്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ 0 വിഡ്ത്ത് നോൺ ജോയിനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? നമുക്ക് ഇതുപോലത്തെ ലെറ്റേഴ്സ് കൂട്ടിച്ചേർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇവിടെ താഴെ നിന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഇവിടെ ഇതാണ് ആ നോൺ ജോയിനർ, അതായത് ZWJ എന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, ഞാനത് പ്രസ് ചെയ്തു. എന്നിട്ട് വാ കൊടുത്തു നോക്കൂ. അപ്പോൾ നേരത്തെ വന്ന പോലെ അല്ലല്ലോ വരുന്നത്, വാ വേറിട്ട് വരുന്നുണ്ട്. ഇതുപോലെ ഉള്ള ലെറ്റേഴ്സിന് നമ്മൾ ഈ 2 ലെറ്ററും കൂടി ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 0 വിഡ്ത്ത് നോൺ ജോയിനർ എന്ത് ചെയ്യണം? കീബോർഡിൽ പ്രസ് ചെയ്ത് കൊടുക്കണം, അതായത് സ്ക്വയർ ക്ലോസ് ബ്രാക്കറ്റ്. ഓക്കെ, ഇനി വാ എന്ന് വരാൻ വേണ്ടിയിട്ട് ഇ കൊടുത്തു. രം അല്ലെ, താഴ്വാരം. ജെ എന്ന് വരാൻ വേണ്ടിയിട്ട് എക്സ് കൊടുത്തു. ഇനി അടുത്ത വാക്ക് ഓടക്കുഴൽ. ഓടക്കുഴലിൽ ഓ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് എ കൊടുത്തു. ഡ വരാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ കൊട്ടേഷൻ മാർക്ക് കീയിൽ പ്രസ് ചെയ്ത് കൊടുത്തു. ഓടക്കുഴൽ, അവിടെ 2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കെ ഡി, വീണ്ടും കെ കൊടുത്തു. ഓടക്കുഴൽ അല്ലേ, ആ ചിഹ്നം വരാൻ വേണ്ടിയിട്ട് ജി കൊടുത്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ കൊടുത്തു. ഓടക്കുഴൽ. ഇനി അടുത്തത് മനുഷ്യൻ. ഓക്കെ, മനുഷ്യൻ എന്ന് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാ വരാൻ വേണ്ടിയിട്ട് സി കൊടുത്തു. ഞാ വരാൻ വേണ്ടിയിട്ട് വി കൊടുത്തു. അല്ലെ, മനു.
എന്ന് വരാൻ വേണ്ടിയിട്ട് ജി കൊടുത്തു. ഷ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ലെസ് ദാൻ അല്ലെങ്കിൽ നമുക്ക് കോമ ഓക്കെ അങ്ങനെയും പറയാം, ആ ഒരു കീ കൊടുത്തു. ഇനി ഷ എന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, യ ഷാൻ്റെ ഒപ്പം യാ ഇവിടെ എന്ത് ചെയ്യണം, കൂടി ചേരണം. അപ്പം നമ്മൾ ഡി കൊടുത്തു. യാ ഓക്കെ, നമുക്ക് സ്ലാഷ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ കീ ആണ്, ഇതാണ് യാ വരുന്നത്. ഓക്കെ, ഇനി എൻ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് വി കൊടുത്തു. അപ്പം മനുഷ്യൻ എന്ന ടൈപ്പായി. ഇനി അടുത്തത് മൺപാത്രം. ഓക്കെ, മാ വരാൻ വേണ്ടിയിട്ട് നമ്മൾ സി കൊടുത്തു. ഇന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഷിഫ്റ്റ് എക്സ് ആണ് അല്ലേ. ഇന്ന് വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് എക്സ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഷിഫ്റ്റ് എക്സ് കൊടുത്തു. പാ വരാൻ വേണ്ടിയിട്ട് എച്ച്, പാന്ന് വരാൻ വേണ്ടിയിട്ട് ഇ കൊടുത്തു. പാത്രം അല്ലേ. അപ്പം താ വരാൻ വേണ്ടിയിട്ട് എല് കൊടുത്തു, ഡി കൊടുക്കുക. ത്ര എന്നാവാൻ വേണ്ടിയിട്ട് രായാണ് അവിടെ കൂടിച്ചേരേണ്ടത്, അപ്പം ജെ കൊടുത്തു. ഓക്കെ, പാത്രം. ഓക്കെ, വരാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് ഋഗ്വേദം എന്നാണ് അല്ലേ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം അടുത്ത വേർഡ് നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ളത് ഋഗ്വേദം. അപ്പം അതിന് വേണ്ടിയിട്ട് ഗൃ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ഈക്വൽ ടു അഥവാ അല്ലെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് ഋഗ്വേദം. ഇനി ഗ വരാൻ വേണ്ടിയിട്ട് ഗൃ വന്നു, ഇനി ഗ വരാൻ വേണ്ടിയിട്ട് ഐ. ഓക്കെ, ആ ഒരു സിമ്പിൾ വരാൻ വേണ്ടിയിട്ട് ഡി ബി ഇട്ടു. എന്നിട്ട് വീണ്ടും ഋഗ്വേദം എന്നാണ് എസ് കൊടുത്തു. ഇനി ദ വരാൻ വേണ്ടിയിട്ട് ഓ കൊടുത്തു, ദം അല്ലേ, എക്സ് കൊടുത്തു. ഇനി അടുത്ത വേർഡ് സബ് വേ എന്നാണ് അടുത്ത വേർഡ്. സ വരാൻ വേണ്ടിയിട്ട് എം കൊടുത്തു, ബ വരാൻ വേണ്ടിയിട്ട് വൈ കൊടുത്തു, സബ് അല്ലേ, സബ് ഡി കൊടുത്തു. സബ് വേ വായാണ് അവിടെ വരേണ്ടത്. ബി കൊടുത്തപ്പോൾ നമുക്ക് നേരത്തെ താഴ്വാരം ടൈപ്പ് ചെയ്യുന്ന അതേ അവസ്ഥയാണ് വന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചു. എന്നിട്ട് ഇപ്പോൾ സബ് എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് കീബോർഡിൽ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് അതായത് ക്ലോസ് സ്ക്വയർ ബ്രാക്കറ്റ് എന്ത് ചെയ്തു, പ്രസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വാ കൊടുത്തു, സബ് വേ. ഓക്കെ, ഇപ്പം നമുക്ക് തന്ന എല്ലാ വേർഡുകളും നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എല്ലാ വേർഡുകളും നമ്മൾ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് ഫോണ്ടുകളൊന്ന് പരിചയപ്പെടാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ലെറ്റേഴ്സ്. Everyone's handwriting is unique. Different font styles are available to make this possible in digital document. ഓക്കെ, നമ്മുടെ ഓരോരുത്തരുടെയും കൈയക്ഷരങ്ങൾ എന്താണ് വ്യത്യസ്തമാണ് അല്ലേ. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഡോക്യുമെൻറ്റിലും നമുക്ക് ലെറ്റേഴ്സ് വ്യത്യസ്ത രീതിക്ക് അതായത് ഫോണ്ടുകൾ വ്യത്യസ്ത രീതിക്ക് കൊടുക്കാനുള്ള സൗകര്യവും എന്തുണ്ട്, ലഭ്യമാണ്. ഓക്കെ, the names of some Malayalam fonts installed on your computer are given below. Open Writer and try using these fonts to observe the difference in the letters. ഇവിടെ ഓരോരുത്തരുടെയും കൈയക്ഷരങ്ങൾക്ക് ഓരോ രൂപമാണല്ലോ. ഡിജിറ്റൽ ഡോക്യുമെന്റുകളിൽ ഇത് സാധ്യമാകുന്നതിന് വ്യത്യസ്തമായ അക്ഷര രൂപങ്ങൾ ലഭ്യമാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ അതായത് നമ്മുടെ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫോണ്ടുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് ഒന്ന് മാറ്റി കൊടുക്കാനാണ്. അതായത് മലയാളം ഫോണ്ടുകളാണ് ഇതെല്ലാം. നമ്മുടെ കമ്പ്യൂട്ടറിൽ ലഭ്യമായിട്ടുള്ള മലയാളം ഫോണ്ടുകളാണ്. നമുക്ക് റൈറ്ററിൽ മാത്രമല്ല വേറെ എല്ലാ സോഫ്റ്റ്വെയറിലും ഇത് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഫോണ്ടുകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് അനക് മലയാളം, തുമ്പപ്പൂ, ഗായത്രി, കേരളീയം, രചന, നോട്ടോ ഷെറിഫ് മലയാളം. ഓക്കെ, നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഓരോന്നെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം അല്ലേ. ഞാൻ ആദ്യം ഇവിടെ അക്ഷരത്തിൽ ഓൾറെഡി ഇത് അനക് മലയാളം എന്നുള്ള ഫോണ്ടാണ്. ഇനി രണ്ടാമത്തേത് നൂറ്റാണ്ട് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഞാൻ ഇതിപ്പോൾ മലയാളത്തിലാണ് ലേഔട്ട് കിടക്കുന്നത്, ഇംഗ്ലീഷിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്ത ഫോണ്ട് തുമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ട് അല്ലേ. അപ്പം ഞാനിവിടെ തുമ്പാന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാറ്റം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ നൂറ്റാണ്ടെന്ന് പറഞ്ഞ ആ ഒരു വേർഡിൽ വന്ന മാറ്റം. ഓക്കെ, അതുപോലെ തന്നെ പേരാൽ സെലക്ട് ചെയ്തു. എന്നിട്ട് അടുത്തത് ഇവിടെ ഗായത്രി. ഓക്കെ, ഇനി അടുത്തത് തൈമാവ് സെലക്ട് ചെയ്തു. അടുത്ത ഫോണ്ട് നമുക്ക് തന്നിട്ടുള്ളത് കേരളീയം. ഓക്കെ, ഇനി അടുത്തത് താഴ്വാരം സെലക്ട് ചെയ്തു, രചന.
അടുത്തത് ഓടക്കുഴൽ സെലക്ട് ചെയ്തു. എന്നിട്ട് ഓക്കെ, നോട്ടോ ഷെറിഫ്, മലയാളം. ഓക്കെ, അപ്പം നമ്മൾ ഓരോ വേർഡിനും ഓരോ ഫോണ്ടാണ് അല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഓരോന്ന് നമുക്ക് മാറ്റങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ഇതിൽ ഒരുപാട് മലയാളം ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ഇവിടെയുള്ള ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, നല്ല ഭംഗിയുള്ള ഫോണ്ടുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോണ്ടുകൾ ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്ന ഈ ഒരു കുറച്ച് ഫോണ്ടുകൾ നമ്മൾ നോക്കി. ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അല്ലേ, ഫോണ്ട് സൈസ് കൂട്ടാനും കളർ മാറ്റാനൊക്കെ ഉള്ള ഒരു ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് എടുത്ത് ചെയ്ത് നോക്കുക. ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്താലോ, നമ്മൾ ടൈപ്പ് ചെയ്തൊന്ന് സേവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഫയലിൽ സേവ് എടുത്തു, ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 8 എടുത്തു. എന്നിട്ട് നമുക്കിവിടെ ഒരു ഫയൽ നെയിം കൊടുക്കാം, ചാപ്റ്റർ 2. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ സേവിങ് ഒക്കെ പ്രോപ്പറായിട്ട് സേവ് ചെയ്യാൻ പഠിക്കണം. അതായത് നമുക്ക് തന്ന ഫോൾഡറിനകത്ത്, ഇപ്പം ഞാൻ സേവ് ചെയ്തത് ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണ്. നമ്മൾ പ്രോപ്പറായിട്ട് സേവ് ചെയ്ത് പഠിക്കണം. കാരണം നമുക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻ വരിക എക്സാം 8 എന്ന് പറഞ്ഞ ഫോൾഡറിൽ നിങ്ങൾ ചെയ്ത വർക്ക് സേവ് ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണ് അത് സേവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മളിപ്പോൾ ചെയ്ത കുറച്ച് ആക്ടിവിറ്റീസ് ആണ് അല്ലേ. സം ഫോർമാറ്റിംഗ് ടെക്നിക് ഫോർ ഫോണ്ട് ഇൻ റൈറ്റർ ആർ ലിസ്റ്റഡ് ഇൻ ടേബിൾ 2.1. അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇഫ് നീഡഡ് ഓപ്പൺ റൈറ്റർ ആൻഡ് ചെക്ക് ദം. ഞാൻ റൈറ്റർ ഓപ്പൺ ചെയ്ത സമയത്ത് ഇത് പറഞ്ഞു തന്നിരുന്നു. ചേഞ്ചിങ് ദ ഫോണ്ട് ടു നോട്ടോ ഷെറിഫ് മലയാളം, ഫോണ്ട് നെയിം അല്ലേ. ചേഞ്ചിങ് ദ ഫോണ്ട് സൈസ് ടു 13 pt, എന്താണ് ഫോണ്ട് സൈസ്. അലൈൻ ദ ഹെഡിങ് ടു ദ സെൻറ്റർ, എന്താണ് അലൈൻ സെൻറ്റർ. ചേഞ്ചിങ് ദ ഫോണ്ട് കളർ ടു ബ്ലൂ, ഫോണ്ട് കളർ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇനി നമുക്കുള്ള ആക്ടിവിറ്റി ഒന്ന് നോക്കാം. ഇവിടെ some parts of the travelogue prepared by Diya are provided in our computer school resources folder under the name achanta.ott. Let's open this file in LibreOffice Writer and try adjusting the page layout in an attractive manner. Okay, ഇവിടെ ദിയ തയ്യാറാക്കിയിട്ടുള്ള ട്രാവലോഗ് നമ്മുടെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൽ തന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ഈ പേജ് ലേഔട്ടും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ ഓപ്പൺ ദ ഫയൽ achanta.ott ആൻഡ് ടൈപ്പ് ദ കോഡ്. മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ് യാത്രകൾ. അറ്റ് ദ ടോപ്പ് ഓഫ് ദ പേജ്. ദെൻ പ്രസ് Ctrl+S, ഗിവ് ഇറ്റ് എ ഫയൽ നെയിം ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സേവ് ദ ഫയൽ. ഓക്കെ, ഇവിടെ നമ്മളോട് ഈ ഒരു achanta.ott എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു കോട്ട് അല്ലേ, ഈ ഒരു കോട്ട് നമ്മളോട് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പേജിൻ്റെ ടോപ്പിൽ. ദെൻ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 8. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ achanta.ott എന്ന് പറഞ്ഞിട്ടൊരു ഫയലും തന്നിട്ടുണ്ട്, PDF തന്നിട്ടുണ്ട്. ഞാൻ ഈ PDF ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ ഒരു ട്രാവലോഗ് അല്ലേ, വളരെ മനോഹരമായിട്ട് തന്നെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഉള്ള ഒരു ട്രാവലോഗാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതേ രീതിക്ക് നമുക്ക് തന്നിട്ടുള്ള ഫയലിനെ മാറ്റാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഓക്കെ, ഇതുപോലെ നമുക്ക് തന്ന ഫയലിനെ എഡിറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫയൽ നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഇത് PDF ഫയലാണ്. ഇതുപോലെ നമ്മളോടും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫയൽ ഇതാണ് achanta.ott. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇവിടെ
ഏറ്റവും മുകളിലായിട്ട് നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകനാണ് യാത്രകൾ എന്നുള്ളതാണ്. അപ്പം ഞാനിത് അവിടെ കേഴ്സർ ഈ അജന്തൻ്റെ മുന്നിലായിട്ടാണ് കേഴ്സർ നിൽക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 വട്ടം എൻ്റർ കൊടുക്കുകയാണ്. ശേഷം ഞാനിവിടെ കേഴ്സർ എത്തിച്ചു. ഇനി നമുക്ക് ആ ഒരു കോട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലേ ഔട്ട് ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഇംഗ്ലീഷിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാതെ ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഡബിൾ ഇൻവെർട്ടഡ് കോമ കൊടുത്തു. ശേഷം ലേ ഔട്ട് എന്ത് ചെയ്യണം, മാറ്റണം, മലയാളത്തിലാക്കി കൊടുക്കണം. എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ് യാത്രകൾ. ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, ലേ ഔട്ട് ഇംഗ്ലീഷിലാക്കിയിട്ട് ആ ഒരു ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഞാൻ ഫോണ്ട് മാറ്റി കൊടുക്കുകയാണ്. ഫോണ്ട് ഓക്കെ, നോട്ടോ ഷെരീഫ് മലയാളം എടുത്തു. ഓക്കെ, സൈസ് 13 PT തന്നെയാണ്, ഞാനത് ചേഞ്ച് ചെയ്യുന്നില്ല. ഒന്ന് സെൻറ്റർ ആക്കി കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സേവ് ചെയ്യാനാണ്. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ഷോർട്ട് കട്ട് കീ ആണ് പറഞ്ഞിട്ടുള്ളത്. കീബോർഡിൽ Ctrl+S കൊടുക്കുക. കീബോർഡിൽ Ctrl+S. നമ്മൾ സാധാരണ രീതിക്ക് ഫയലിൽ പോയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അതിൻ്റെ ഷോർട്ട് കട്ടാണ് എന്ത്, Ctrl+S. ഓക്കെ, എന്നിട്ട് ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് 8 ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ ഒരു ഫയൽ നെയിം കൊടുത്തിട്ട് സേവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫയൽ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതെന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മേക്ക് ദ പാരഗ്രാഫ് അട്രാക്റ്റീവ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അഡ്ജസ്റ്റ് ദ spacing between paragraph, line spacing, margin distance, borders and background color make the paragraph more attractive and improves readability. Using the paragraph option in the properties window of LibreOffice sidebar, these adjustment can be made. ഇവിടെ നമുക്ക് ഈ പാരഗ്രാഫിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഈ പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ഇൻ ദി പ്രോപ്പർട്ടീസ് വിൻഡോ, ഈ ഒരു വിൻഡോ നമുക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ LibreOffice റൈറ്ററിൽ കാണുന്ന ഈ ഒരു സൈഡ് ബാർ സെറ്റിങ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രോപ്പർട്ടീസ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ടു അഡ്ജസ്റ്റ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ പാരഗ്രാഫ്, അതായത് പാരഗ്രാഫുകൾക്കിടയിലുള്ള അകലം ക്രമീകരിക്കാനാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനിതാ ഇവിടെ മുതൽ ഉള്ള എല്ലാ പാരഗ്രാഫും എന്ത് ചെയ്യാണ്, താഴത്തോട്ട് ഇങ്ങോട്ട് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സ്പേസിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതിൽ ഇവിടെ ഇൻക്രീസ് പാരഗ്രാഫ് സ്പേസിംഗ് എന്നുള്ളത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ മുകളിൽ അല്ലേ എബവ് പാരഗ്രാഫ് സ്പേസിങ്ങും അതുപോലെ ബിലോ പാരഗ്രാഫ് സ്പേസിംഗ് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഇവിടെ ഈ എബവ് പാരഗ്രാഫ് സ്പേസിങ്ങിൽ 0.10 സെൻറ്റിമീറ്റർ ആണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ അമർത്തിയിട്ട് എന്ത് ചെയ്ത് കൂട്ടി കൊടുക്കാം. കുറച്ച് കൊടുക്കണമെങ്കിൽ ഈ ഒരു മൈനസ് ബട്ടൺ അമർത്തിയാൽ മതി. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ബട്ടൺ അമർത്തിയിട്ട് ഇവിടെ കൂട്ടി കൊടുക്കുക. കുറച്ച് കൊടുക്കണമെങ്കിൽ മൈനസ് ബട്ടൺ അമർത്തി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സ്പേസിംഗ് കൊടുത്തു. അടുത്തതായിട്ട് നിങ്ങളോട് ടെക്സ്റ്റിൽ പറയുന്നതാണ് ലൈൻ സ്പേസിംഗ്. ലൈൻ സ്പേസിംഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വരികൾക്കിടയിലുള്ള അകലം ക്രമീകരിക്കാനാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യത്തെ 2 പാരഗ്രാഫാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആദ്യത്തെ 2 പാരഗ്രാഫ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട്
ഇവിടെ ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഇവിടെ ഒരു ആരോ മാർക്ക് കാണും, അതിൽ സെറ്റ് ലൈൻ സ്പേസിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ സ്പേസിംഗ് 1.15 എന്നുള്ളത് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ഈ ഒരു പാരഗ്രാഫ് അല്ലേ, വരികൾക്കിടയിലുള്ള അകലം എന്ത് ചെയ്തിട്ടുണ്ട്, കൂടി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നത് പാരഗ്രാഫ് ഇൻഡെൻറ്റിംഗ് ആണ്. ഓക്കെ, to improve the formatting of the document content, the margin spacing should be adjusted appropriately. Similarly, to distinguish the beginning of paragraph, the spacing between the first line and the margin should be set differently from other lines. This process is generally known as what? Indenting. ഇത് മാർക്ക് ചെയ്ത് വെക്കണം, നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഡോക്യുമെന്റിലെ ഉള്ളടക്കത്തിന്റെ ക്രമീകരണം കൂടുതൽ മികച്ചതാക്കുന്നതിനായി മാർജിനുകളുടെ അകലം യോജിച്ച രീതിയിൽ ക്രമീകരിക്കുകയാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്. അതുപോലെ ഖണ്ഡികകളുടെ തുടക്കം വേർതിരിച്ചറിയുന്നതിനായി ആദ്യ വരിയും മാർജിനിൽ നിന്നും തമ്മിലുള്ള അകലം മറ്റു വരികളിൽ നിന്ന് വ്യത്യസ്തമായി ക്രമീകരിക്കുകയും വേണം. ഇത്തരം പ്രവർത്തനങ്ങളെ പൊതുവെ ഇൻഡെൻറ്റിംഗ് എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം, നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ടു അഡ്ജസ്റ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം മാർജിൻ. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇവിടെ ആദ്യത്തെ 2 പാരഗ്രാഫാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഇവിടെ ഇൻഡെൻറ്റ് എന്നുള്ളോർത്ത് ഇവിടെ ബിഫോർ ടെക്സ്റ്റ് ഇൻഡെൻറ്റ് എന്ന് പറഞ്ഞോർത്ത് ഞാനിതവിടെ 40 അതായത് 0.40 കൊടുത്തു. ഇനി ഇവിടെ ആഫ്റ്റർ ടെക്സ്റ്റ് ഇൻഡെൻറ്റ് എന്നുള്ളോർത്ത് ഞാനൊന്നും കൊടുക്കുന്നില്ല. അടുത്തത് ഇവിടെ ഫസ്റ്റ് ലൈൻ, അതായത് നമുക്കറിയാം പാരഗ്രാഫിൻ്റെ ഒക്കെ ഫസ്റ്റ് ലൈന് കുറച്ച് മാർജിനിൽ നിന്ന് വിട്ടിട്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, 1.30 സെൻറ്റിമീറ്റർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മാറ്റം കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ബിഫോർ ടെക്സ്റ്റ് ഇൻഡെൻറ്റ് കൊടുത്തു, അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ലൈനിൽ 1.30 സെൻറ്റിമീറ്റർ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 2 പാരഗ്രാഫിനെ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു. ഇതിൻ്റെ അലൈൻമെൻറ്റ് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ജസ്റ്റിഫൈ കൊടുത്തു. ഓക്കെ, നമുക്ക് ഫോണ്ട് മാറ്റി കൊടുക്കണമെങ്കിൽ മാറ്റി കൊടുക്കും. ഇപ്പോൾ ഇവിടെ RIT രചന എന്ന് പറഞ്ഞ ഫോണ്ടാണ്, ഞാനത് മാറ്റിയിട്ട് അനക് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അനക് മലയാളം കൊടുത്തു. ഫോണ്ട് സൈസ് ഞാനൊന്ന് കുറച്ച് കൊടുക്കുകയാണ്, ഒരു 12 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഫോണ്ട് കളറ്, ഇവിടെ ഫോണ്ട് കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനൊരു ബ്ലൂ കളറ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 2 പാരഗ്രാഫ് എന്തായി, ഫോർമാറ്റിംഗ് ആയിട്ട് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഇനി അടുത്തതും ഞാനിതുപോലെ എന്ത് ചെയ്യാണ്, അടുത്തത് നമുക്ക് എലോറ ഗുഹകൾ അല്ലേ. എലോറ ഗുഹകൾ എന്നുള്ളത് നമുക്കറിയാം ഒരു ഹെഡിങ് ആണ് അല്ലേ. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം എലോറ ഗുഹകൾ എന്നുള്ളത് ഒരു ഹെഡിങ് ആണ്. നമുക്കതിനെന്ത് ചെയ്യാം, ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിനൊന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് സെൻട്രൽ അലൈൻമെൻ്റ് ആക്കി കൊടുത്തു. ഞാൻ ഇതിൻ്റെ ഫോണ്ടും ജസ്റ്റ് എന്ത് ചെയ്യാണ്, മാറ്റാണ്. അനക് മലയാളം തന്നെ കൊടുത്തു. ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുത്തു. ഓക്കെ, ഒരു 15 കൊടുത്തു. ശേഷം ഇവിടുന്ന് ഉള്ള പാരഗ്രാഫുകൾ ഞാനൊന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇവിടെ മുതൽ ഇവിടം വരെ ഞാനൊന്ന് സെലക്ട് ചെയ്തു. ആദ്യം ഞാൻ ഇതിൻ്റെ ഇൻഡൻറ്റ് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഇവിടെ ഇൻഡൻറ്റിൽ ആദ്യത്തേൽ ഞാൻ 40 കൊടുത്തു, അതായത് ബിഫോർ ടെക്സ്റ്റ് ഇൻഡൻറ്റ് എന്നുള്ളടത്ത് 0.40 കൊടുത്തു. ഇനി ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് 1.30 കൊടുത്തു, എൻ്റർ കൊടുത്തു. ശേഷം ഞാൻ ഇതിൻ്റെ ഫോണ്ട് അനക് മലയാളം ആക്കി മാറ്റാണ്. അനക് മലയാളം സെലക്ട് ചെയ്തു. ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുത്തു, 12 കൊടുത്തു. ജസ്റ്റിഫൈ അലൈൻമെൻറ്റ് കൊടുത്തു. കളറ് ബ്ലൂ ആക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പാരഗ്രാഫ് ഈ ഒരു രീതിക്ക് അലൈനായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത് ഇവിടെ ആഡിങ് ബാക്ക്ഗ്രൗണ്ട് കളർ ആൻഡ് ബോർഡർ ടു ദ പാരഗ്രാഫ്. അതായത് പാരഗ്രാഫിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക, ബോർഡർ കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിക്ക് നമ്മളോട് കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു രീതിക്ക് നമ്മളോട് കൊടുക്കാനാണ് പറയുന്നത്. അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ
ഈ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇൻഡൻറ്റ് എന്നുള്ളടത്ത് ഞാൻ ഒരു 60 കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇൻഡൻറ്റിൽ ബിഫോർ ടെക്സ്റ്റ് ഇൻഡൻറ്റ് 0.60 സെൻറ്റിമീറ്റർ കൊടുത്തു. ശേഷം ഓക്കെ, നമുക്കിതിന് ബോർഡർ കൊടുക്കണം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോർമാറ്റിൽ പാരഗ്രാഫ്, ഓക്കെ, ഫോർമാറ്റിൽ പാരഗ്രാഫ് എന്നുള്ളത് എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വന്നു. ഇതിൽ ബോർഡേഴ്സ് എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ലൈൻ അറേഞ്ച്മെൻറ്റിൽ ഇപ്പോൾ ഇവിടെ നോ ബോർഡർ ആണ്. ഇനി ഞാൻ ഇതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 4 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഇവിടെ ആകുമ്പോഴോ, അതായത് ലെഫ്റ്റിലും റൈറ്റിലും മാത്രമേ ബോർഡർ വരുന്നുള്ളൂ. ഇതാവുമ്പോഴോ ടോപ്പും ബോട്ടവും മാത്രമേ വരുന്നുള്ളൂ. ഇതാവുമ്പോൾ ലെഫ്റ്റ് മാത്രമേ ബോർഡർ വരുള്ളൂ. ഓക്കെ, ഈ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ളത് ഇതിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ വേണ്ടത് 4 സൈഡുള്ള ബോർഡറാണ്, ഞാനത് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ സ്റ്റൈല്, ലൈൻ്റെ സ്റ്റൈലൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ രീതിക്കുള്ള സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്, അത് കൊടുത്തു. ഇനി കളറ്, ബോർഡറിൻ്റെ കളറ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ബ്ലാക്ക് തന്നെയാണ്, മാറ്റി കൊടുക്കുന്നില്ല. അതുപോലെ വിഡ്ത്ത് ഞാനിപ്പോൾ ഒരു മീഡിയം കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് പാഡിങ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. അതായത് ബോർഡറിൽ നിന്ന് ടെക്സ്റ്റിൻ്റെ അകലം ക്രമീകരിക്കുന്നതിനാണ് ഈ പാഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ 4 വശങ്ങളിലും സെയിം ഇതാണല്ലേ കൊടുത്തിട്ടുള്ളത്, അളവാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഈ സിങ്ക്രണൈസ് എന്ന് പറഞ്ഞിട്ടുള്ള നേരെയുള്ള ഈ ഒരു ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നും ലെഫ്റ്റ് ഒരു അളവ് കൊടുക്കാം, റൈറ്റ് ഒരു അളവ് കൊടുക്കാം, ടോപ്പ് ഒരു അളവ് കൊടുക്കാം, ബോട്ടം ഒരു അളവ് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, അപ്പോൾ ഇവിടെ ടിക്ക് മാർക്ക് ഇടുകയാണ്. ഇനി എനിക്ക് അതിന് കളർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഏരിയയിൽ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഒരു കളർ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മുടെ പാരഗ്രാഫിന് ബോർഡർ വന്നിട്ടുണ്ട്, അതുപോലെ കളറും വന്നിട്ടുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും വന്നിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ ഹെഡിങ്. ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുക്കുകയാണ്, ഒന്ന് ബോൾഡാക്കി കൊടുക്കുകയാണ്. ഇനി എനിക്കിതിൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കണം. ഞാൻ മൊത്തം സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് അനക് മലയാളം കൊടുത്തു. ഓക്കെ, ഫോണ്ട് സൈസ് ഞാൻ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. ഇപ്പോൾ 13 PT ആണ് കിടക്കുന്നത്, 12 PT ആക്കി കൊടുത്തു. ഓക്കെ, ഇനിയും കുറയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ 11 ഒക്കെ ആക്കണമെങ്കിൽ നമുക്ക് 11 PT ആക്കി കൊടുക്കാം. ഓക്കെ, കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടിയും കൊടുക്കാം. അപ്പോൾ ഞാനൊരു വീണ്ടും 12 തന്നെ കൊടുക്കാം നമുക്ക്. ഓക്കെ, കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേയിങ് കണ്ടന്റ് ആസ് എ ബുള്ളറ്റഡ് ലിസ്റ്റ് അല്ലേ. നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബുള്ളറ്റ്സ് കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ടോഗിൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ബുള്ളറ്റ്സ് കിട്ടി. പക്ഷെ നമുക്ക് ഇങ്ങനത്തതല്ല വേണ്ടത് അല്ലേ, ഈ ഒരു രീതിക്കുള്ളതല്ല നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ വീണ്ടും ഇത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെയുള്ള ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ മോർ ബുള്ളറ്റ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ബുള്ളറ്റ്സൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് ഈ രീതിക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇവിടുന്ന് ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഇത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ഒരു രീതിക്ക് വന്നു. ഇനി ഇവിടെ നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് അല്ലേ, ഇവിടെ ഇതിൻ്റെ താഴെയായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരേ ലൈനിലാണ് അല്ലേ നമുക്ക് വേണ്ടത്. ഈ ഒരു പൊസിഷനിൽ നമുക്ക് വേണം, അതായത് ഈ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറച്ചൊന്ന് ഇങ്ങോട്ട് നീക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കേഴ്സർ എത്തിക്കുക. എന്നിട്ട് ടാബ് കീ
പ്രസ് ചെയ്യുക, കീബോർഡിലെ ടാബ് കീ. ഓക്കെ, അതുപോലെയുള്ളതൊക്കെ നമുക്കിതുപോലെ ഇവിടെ കേഴ്സർ എത്തിച്ചതിന് ശേഷം ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് കിട്ടും. ഓക്കെ, ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതിനെന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. നമുക്കിതാ ഇവിടം വരെയുള്ള പാരഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർമാറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടം വരെ സെലക്ട് ചെയ്ത് കൊടുത്തു. എന്ത് ചെയ്യുക, ഇവിടെ 440 കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1.30 കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഹെഡിങ്ങിനൊന്ന് മാറ്റേണ്ടതുണ്ട് അല്ലേ. ഈ ഒരു ഹെഡിങ് നമ്മൾ സെലക്ട് ചെയ്തു, സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫോണ്ട് സൈസ് ഒരു 15 ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മൊത്തത്തിൽ ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് ഫാമിലി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാണ്ട് ഇവിടെ വരെയാണ്. നമുക്ക് ഫോണ്ട് ഫാമിലി അനക് മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഹെഡിങ്ങിന് നമുക്കിതാ ഇവിടെ ഈ ഒരു ഓപ്ഷൻ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഫസ്റ്റ് ലൈൻ ഇൻഡൻറ്റ് എന്ത് ചെയ്യാണ്, ഹെഡിങ്ങിന് നമുക്കത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അത് മാത്രം സെലക്ട് ചെയ്തിട്ട് ഇവിടെ 0 കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് ഫോണ്ട് സൈസൊക്കെ കൂട്ടി കൊടുത്തതാണ്. ഇനി നമ്മുടെ പാരഗ്രാഫുകൾ എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അലൈൻമെൻറ്റ് ജസ്റ്റിഫൈ കൊടുത്തു, കളറ് ബ്ലൂ കൊടുത്തു. അതുപോലെ ലൈൻ സ്പേസിങ് നമുക്ക് എന്ത് ചെയ്യാം, 1.15 കൊടുക്കുക. ഓക്കെ, ഇതേ രീതിക്ക് നമുക്ക് കൊടുക്കുക. ഇതിൻ്റെ ഫോണ്ട് സൈസ് നമ്മൾ 13 അല്ല 12 ആണ് കൊടുത്തിരുന്നത്. ഓക്കെ, ഇതേ രീതിക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ ഇവിടെ ലൈൻ സ്പേസിങ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് ലൈൻ സ്പേസിങ് കൊടുക്കാം അല്ലേ. ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ലൈൻ സ്പേസിങ് 1.15 കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ PDF നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഒരു ടേബിളിൽ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലേ. ഈ ഒരു അജന്ത എലോറയിലേക്കുള്ള വിവിധ യാത്രാ മാർഗങ്ങളും മറ്റു വിവരങ്ങളും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓക്കെ, ഞാനിതിങ്ങനെ എൻ്റർ അടിച്ചു കൊടുക്കുകയാണ്. നമുക്ക് പുതിയൊരു പേജിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കേഴ്സർ എത്തിച്ചു. എന്നിട്ട് ടേബിളിൽ ഇൻസേർട്ട് ടേബിൾ. ഓക്കെ, ടേബിളിൽ ഇൻസേർട്ട് ടേബിൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്നും കൊടുക്കാം കേട്ടോ. ഇവിടുന്നും ഇവിടെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ടേബിളിൽ ഇൻസേർട്ട് ടേബിൾ കൊടുത്തു. കോളം എന്നുള്ളിടത്തൊരു 3 കൊടുത്തു. റോ എന്നുള്ളിടത്ത് ഞാനൊരു 6 കൊടുക്കുകയാണ്. ഇൻസേർട്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ ആദ്യം നമുക്ക് ഹെഡിങ് ആണ് അല്ലേ കൊടുക്കേണ്ടത്, അജന്ത എലോറയിലേക്കുള്ള വിവിധ യാത്രാ മാർഗങ്ങളും മറ്റു വിവരങ്ങളും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ 3 സെല്ല് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ഇതിനെ എനിക്ക് ഒറ്റ സെല്ലാക്കണം, ഈ 3നെയും ഒറ്റ സെല്ലാക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് 3ഉം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മേർജ് സെൽ എന്നുള്ളത് കൊടുത്തു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മേർജ് സെൽ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ 3 സെല്ലും ഒറ്റ സെല്ലായി മാറി അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിനൊന്ന് ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് അവിടെ പേസ്റ്റ് ചെയ്യേണ്ടത്. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡിൽ Ctrl+X, ഓക്കെ, ഷോർട്ട് കട്ട് കീബോർഡിൽ Ctrl+X കൊടുത്തു. എന്നിട്ട് ഇവിടെ കേഴ്സർ എത്തിച്ചിട്ട് Ctrl+V പേസ്റ്റ് ചെയ്യാൻ Ctrl+V കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫോർമാറ്റിംഗ് ലാസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് ഇവിടെ യാത്രാമാർഗങ്ങളും മറ്റു വിവരങ്ങളും എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഇതിനെ കട്ടല്ല ചെയ്യേണ്ടത്, ഇനി കോപ്പിയാണ് ചെയ്യേണ്ടത്. അതിനത് സെലക്ട് ചെയ്തിട്ട് Ctrl+C കൊടുത്തു. എന്നിട്ട് ഇവിടെ Ctrl+V കൊടുത്തു. അടുത്തതിൽ നമുക്ക് എലോറ ഗുഹകൾ അല്ലേ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം,
ഇവിടെ നമുക്കിപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ എലോറ എന്നുള്ളിടത്ത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്, ആ ഒരു വേർഡ് മാത്രം സെലക്ട് ആയി അല്ലേ. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു വേർഡ് മാത്രം സെലക്ട് ആയി. ഞാനിവിടെ വെച്ചിട്ട് 3 വട്ടം ക്ലിക്ക് ചെയ്യാണ്. 1 2 3 വട്ടം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി കാണിക്കാം. ഇവിടെ ഒരു 3 വട്ടം ക്ലിക്ക് ചെയ്യാണ്. എന്താ സംഭവിക്കണേ, ആ ഒരു സെൻറ്റൻസ് എന്താവാണ്, സെലക്ട് ആവാണ്. ഓക്കെ, അപ്പോൾ ഒരു വേർഡ് സെലക്ട് ചെയ്യാൻ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. സെൻറ്റൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ദാ സെലക്ഷൻ ഇൻ വേരിയസ് വേസ്. ഓക്കെ, ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിതവിടെ 3 ക്ലിക്ക് ചെയ്തിട്ട് എലോറ ഗുഹകൾ എന്നുള്ളത് കട്ട് ചെയ്യാണ്, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ആദ്യം ഇതൊന്ന് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തേത് വിമാനമാർഗം ഇവിടുന്ന് കട്ട് ചെയ്തു, പേസ്റ്റ് ചെയ്യുക. അടുത്തത് കട്ട് ചെയ്ത് കൊടുത്തു, പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്യുമ്പോൾ ഒരു വേർഡ്, ഒരു ലെറ്റർ ഇവിടെ കുടുങ്ങിയിട്ടില്ല. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് റോഡ് മാർഗം. റോഡ് മാർഗം എന്നുള്ളത് ഇവിടെ കൊടുത്തു. ഇനി അടുത്തത് സന്ദർശന സമയം. കട്ട് ചെയ്യാൻ Ctrl+X ആണ്, പേസ്റ്റ് ചെയ്യാൻ Ctrl+V. ഓക്കെ, ഇവിടെ ഇത് കൊടുത്തു. ഓക്കെ, പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി എനിക്ക് താഴത്തോട്ട് ഇനി റോ വേണം അല്ലേ. ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു, ഇനി താഴത്തോട്ട് റോ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻസേർട്ട് റോ എബവ് ആണെങ്കിൽ, ഇതിൻ്റെ മുകളിലാണെങ്കിൽ എബവ് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് വേണ്ടത് എവിടെയാണ്, ബിലോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റോ ബിലോ ആണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കോളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ടിൽ കോളം ബിഫോർ. ഓക്കെ, ഇതിൻ്റെ മുന്നേ ആണ്, നമ്മൾ കേഴ്സറിൻ്റെ മുന്നേ ആണ് കോളം വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക, കോളം ബിഫോർ എന്ന് പറഞ്ഞിട്ട് വരും, കണ്ടോ. ഇനി അല്ലെങ്കിൽ നമുക്ക് കോളം ആഫ്റ്റർ കൊടുത്തു നോക്കൂ. ഇതാ ഇവിടെ കോളം ആഫ്റ്റർ, ഇവിടെ ഇപ്പുറത്ത് കോളം വരും. ഈ രീതിക്ക് നമുക്ക് കോളംസും എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്തത് പ്രവേശന ഫീസ്. ഇവിടെ നിന്ന് കട്ട് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അജന്ത ഗുഹകൾ എന്നുള്ളതാണ് അല്ലേ നമുക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അജന്ത ഗുഹകൾ എന്നുള്ളത് കട്ട് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേ രീതിക്ക് നമുക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ട്രെയിൻ മാർഗം എന്നുള്ളത് കട്ട് ചെയ്ത സമയത്ത് ഒരു അക്ഷരം വിട്ടു പോയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ മൊത്തം നമുക്ക് എന്ത് ചെയ്യാം,
കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ടേബിളിനെ അല്ലേ നമുക്ക് ഇതേ രീതിക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനോഹരമാക്കി എടുക്കണം. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇതിനെ മൊത്തം ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് അനക് മലയാളം എന്നുള്ള ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ സൈസ് നമുക്കൊരു 11 കൊടുക്കുക. ഫോണ്ട് സൈസ് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കാം. 11 കൊടുത്തു. ശേഷം നമുക്കിവിടെ ഒരു എൻ്റർ കൊടുക്കാം. ഈ രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഷിഫ്റ്റ് എൻ്റർ കൊടുത്തിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണം എന്നില്ല, കുറച്ചൊരു സ്പേസ് തോന്നിക്കാനാണ്. നമുക്ക് തന്നൊരു മോഡലിൽ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് സ്പേസ് ഇട്ടിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് എൻ്റർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താണ്. ഓക്കെ, ഈ ഒരു രീതിക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇന്ന് മൊത്തത്തിൽ നമുക്കിതിനൊന്ന് സെലക്ട് ചെയ്യുക. അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഹെഡിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് ബോൾഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലൈന് അല്ലേ റെഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കിതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ടേബിൾ പ്രോപ്പർട്ടീസ് എടുക്കുക. ടേബിൾ പ്രോപ്പർട്ടീസിൽ ബോർഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ ലൈൻ അറേഞ്ച്മെൻറ്റിൽ നമുക്ക് ഏത് ബോർഡറാണ് വേണ്ടത്. ഇപ്പം നമുക്ക് മൊത്തത്തിൽ ബോർഡർ വേണോ അല്ലേ, ഔട്ടർ ബോർഡർ ആൻഡ് ഓൾ ഇന്നർ ലൈൻസ്, അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റി കൊടുക്കുക. അതുപോലെ കളറ് ഞാൻ റെഡാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ മൊത്തം റെഡ് കളറായി. ഇനി നമുക്ക് ഈ ഒരു സെല്ലിനെ കളർ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വീണ്ടും ടേബിൾ പ്രോപ്പർട്ടീസ് എടുത്തു. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളടത്ത് ഇപ്പോൾ ഇവിടെ സെല്ലാണ് കിടക്കുന്നത്. നമുക്ക് മൊത്തത്തിൽ റോ അല്ലെങ്കിൽ ടേബിളൊക്കെ ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ഇവിടെ സെല്ലാണ്, അതിൽ ഞാൻ കളറിൽ ഒരു കളർ എന്ത് ചെയ്തു, സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെയാണ് നമ്മൾ ടേബിൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമ്മുടെ കുട്ടിയുടെ പേര് അല്ലേ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും ദിയ A8C എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഇവിടെ ജസ്റ്റ് ഒരു ലൈൻ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പം ഞാനിതവിടെ മലയാളം ആക്കുകയാണ്. എന്നിട്ട് ദിയ C ദിയ A എന്നാണ്, 8C എന്നാണ്. ഓക്കെ, ദിയ A എന്ന് ടൈപ്പ് ചെയ്തു. ഷിഫ്റ്റ് എൻ്ററിൽ 8C. ഓക്കെ, രണ്ടും സെലക്ട് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഫോണ്ട് ഒന്ന് ചെമ്പകം എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കണേ. ഇംഗ്ലീഷ് ആക്കിയിട്ട് ഇവിടുന്ന് മാറ്റി ചെമ്പകം എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ കൊടുത്തു. അലൈൻമെൻറ്റ് ഒന്ന് സെൻറ്ററിൽ കൊടുത്തിട്ട് ഇവിടെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഇതുപോലെ സ്റ്റാർ കൊടുക്കാം. ഓക്കെ, ഇത്രയും നമ്മൾ കൊടുത്തു അല്ലേ. ഏകദേശം നമ്മുടെ ഫോർമാറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ആക്ടിവിറ്റി എന്താ നോക്കാം. ടു ഇൻക്ലൂഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഓൺ ദ പേജ്.
ഓക്കെ, ഹെഡറും ഫൂട്ടറും കൊടുക്കാനാണ്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ഹെഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻസേർട്ടിലെ ഹെഡർ ആൻഡ് ഹെഡറിൽ ഡിഫോൾട്ട് പേജ് സ്റ്റൈല് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അജന്ത എലോറ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഹെഡറായിട്ട് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് അവിടെ അജന്ത എലോറ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അജന്ത എലോറ എന്നുള്ളത്, അജന്ത എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. എലോറ എന്നുള്ളതും ഇതുപോലെ കോപ്പി ചെയ്തിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. ഇവിടെ അജന്ത എന്നുള്ളത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യാണ്, അജന്ത. ഓക്കെ, ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മാറ്റി കൊടുക്കണം. അപ്പം ഞാനിവിടെ വേറൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. നോട്ടോ ഷെരീഫ് മലയാളം എന്നുള്ള ഫോണ്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എലോറ എന്ന് ടൈപ്പ് ചെയ്യാണ്. ചില ഫോണ്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടണം എന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തു, അലൈൻമെൻറ്റ് റൈറ്റ് ആക്കി കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കുക, കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, ഫോണ്ട് സൈസൊക്കെ കുറച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഇവിടെ നമ്മൾ ഹെഡർ കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് ഫൂട്ടർ കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഹെഡർ കൊടുത്തു, അടുത്തതായിട്ട് ഫൂട്ടർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ടിൽ ഇതേപോലെ തന്നെ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ഡിഫോൾട്ട് പേജ് സ്റ്റൈൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പേജ് നമ്പറാണ് ഫൂട്ടറായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻസേർട്ടിൽ പേജ് നമ്പർ എന്നുള്ളത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ പേജ് നമ്പർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് നമുക്ക് സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിവിടെ ഈ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. പേജിൻ്റെ ആവശ്യമില്ല, ബാക്ക് സ്പേസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേജ് അവിടുന്ന് പോവും. ഓക്കെ, ഇനി നമുക്ക് ഒരു നമ്മുടെ PDF നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡിങ് കൂടി നമുക്ക് ടൈപ്പ് ചെയ്യാനുണ്ട് അല്ലേ. നമുക്കതൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്താണ്, അജന്ത എലോറ കല്ലിൽ കൊത്തിയ കവിതകൾ. ഓക്കെ, ഇതൊന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കേഴ്സർ എത്തിച്ചിട്ട് കുറച്ചൊരു സ്പേസ് ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് അജന്ത എലോറ കല്ലിൽ കൊത്തിയ കവിതകൾ, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കല്ലിൽ കൊത്തിയ കവിതകൾ. ഓക്കെ, ഇതാണ് നമ്മളോട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതിനൊന്ന് ബോൾഡ് ആക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാം. ഞാനിതിനൊന്ന് ബോൾഡാക്കി കൊടുത്തു, അണ്ടർലൈൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോർമാറ്റിംഗ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്പേസൊക്കെ ഒന്ന് കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്യുമെൻ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ PDF പോലെ തന്നെ ഏകദേശം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ഇതിനെ PDF ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നമുക്ക് അവരൊരു മോഡൽ തന്നിട്ടുള്ളത് PDF ആണ്. അതുപോലെ നമ്മളോട് PDF ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ PDF ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയലിൽ എക്സ്പോർട്ട് ആസ് എന്നുള്ളിടത്ത് എക്സ്പോർട്ട് ആസ് PDF എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടത് അല്ലേ, നമുക്ക് സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ കാണിക്കും. ഇപ്പോൾ ഞാൻ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 8 തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഇവിടെ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഡോക്യുമെൻ്റ് അവിടെ PDF ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 8
ഓക്കെ, ഇതാ ഇവിടെ നമ്മുടെ ഒരു PDF ആയിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഇനി ഞാനിത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചെയ്തു വെച്ച ആ ഒരു ഫയൽ തന്നെ ഓപ്പൺ ചെയ്യാം. ഇതിനെങ്ങനെയാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂ ഒക്കെ കാണണം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ആക്ടിവിറ്റി വായിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ let's print. Before printing a document, we can preview how the printed output will look in the writer. For this, simply click on print preview in the file menu. To close the preview, click on the close preview. To print, go to file print, select the printer from the window that appears and click print. Okay, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് പ്രിന്റ് പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ഫയലിൽ പ്രിന്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഫയലിൽ പ്രിന്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രിന്റ് പ്രിവ്യൂ എങ്ങനെയാണ് നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇവിടെ പ്രിവ്യൂ പോലെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇതവിടെ ക്ലോസ് പ്രിവ്യൂ എന്നുള്ള ബട്ടണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി പ്രിന്റ് എടുക്കാനാണെങ്കിൽ നമുക്ക് എവിടുന്ന പ്രിന്റ് എടുക്കുക? ഫയലിൽ പ്രിൻ്റ് എടുക്കുക. ഫയലിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് പ്രിൻ്റർ എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മുടെ പ്രിൻ്റർ ഏതാണോ അതിവിടെ കാണിക്കും. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത പ്രിൻ്റർ ഇവിടെ കാണിക്കും. ഇപ്പോൾ ഇതിൽ പ്രിൻ്റർ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടുന്ന് ആ ഒരു പ്രിൻ്റർ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിവിടെ മൊത്തം പേജ് വേണമെങ്കിൽ ഓൾ പേജസ് എന്നുള്ളത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏത് വരെയാണ് പേജ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പേജ് മാത്രമാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടുന്ന് പേപ്പർ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓറിയൻറ്റേഷനും കാര്യങ്ങളും സെലക്ട് ചെയ്തിട്ട് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഒരു പ്രിൻ്ററായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്കൊരു പേജിലോട്ട് നമ്മുടെ ഈ ഒരു ചെയ്ത വർക്ക് നമുക്ക് പ്രിൻ്റായിട്ട് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓക്കെ, ഇതിൽ മലയാളം ടൈപ്പിംഗ് ആണ് നമുക്ക് ചെറിയൊരു പ്രയാസമുള്ളത്. ബാക്കിയൊക്കെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഞാൻ ഇനി ഇത് ഒന്ന് സേവ് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ സേവ് ചെയ്തതാണ്. ഒന്നുകൂടി നമുക്ക് ബാക്കി വർക്കുകൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഒന്ന് Ctrl+S കൊടുത്തിട്ട് ഞാനൊന്ന് സേവ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഷോർട്ട് കട്ട് കീകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോപ്പി ചെയ്യാൻ Ctrl+C, കട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു Ctrl+X ആണ്, പേസ്റ്റ് ചെയ്യാൻ Ctrl+V, മൊത്തത്തിൽ സെലക്ട് ചെയ്യാൻ Ctrl+A, സേവ് ചെയ്യാൻ Ctrl+S, അൺഡോ ചെയ്യാൻ Ctrl+Z. ഓക്കെ, അൺഡോ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആയിട്ട് വരിക. കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് ചെറിയ തെറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ ഒരു ആക്ഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ കൊടുക്കുക? Ctrl+Z, അൺഡോ. ഓക്കെ, ഇനി നമ്മൾക്കുള്ള ഒരു ആക്ടിവിറ്റി ആണ് ജസ്റ്റ് നമുക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് ഇൻ അതർ ലാംഗ്വേജ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മലയാളമാണ് അല്ലേ ഉള്ളത്. കൂടാതെ നമുക്കിപ്പോൾ ഹിന്ദി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഏതൊക്കെ സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ, ഇതൊക്കെ സെറ്റിങ്സ് എടുത്തു. ഓക്കെ, സെറ്റിങ്സിൽ ഈ ഒരു വിൻഡോയിൽ നിന്ന് കീബോർഡ് എന്ത് ചെയ്തു? സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇൻപുട്ട് സോഴ്സ് എന്നുള്ളിടത്ത് ഇംഗ്ലീഷ് മലയാളമാണ് കിടക്കുന്നത്. നമ്മൾ ഈ ഒരു പ്ലസ് ബട്ടണിൽ അമർത്തുക. ശേഷം ഇവിടെ ആഡ് ആൻഡ് ഇൻപുട്ട് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 3 ഡോട്ട് കാണും. അത് മോർ അമർത്തുക. എന്നിട്ട് ഇവിടെ താഴെ വരുന്നതിൽ അതർ എന്ന് പറഞ്ഞിട്ട് കാണും. അതെന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിൽ എന്നിട്ട് നമുക്ക് ഇന്ത്യൻ എന്നുള്ളതാണ് എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇന്ത്യൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇന്ത്യൻ എന്നുള്ളത് സെലക്ട് ചെയ്തു, ആഡ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമുക്കിവിടെ ഒരു ലാംഗ്വേജും കൂടിയും ആഡായി വന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ ഞാനിതൊന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ ഇപ്പോൾ EN അല്ലേ, ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്, മലയാളം വന്നിട്ടുണ്ട്, ഇന്ത്യൻ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് LibreOffice റൈറ്റർ ജസ്റ്റ് ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. വീണ്ടും ഞാൻ റൈറ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. നമുക്ക് ആ ഒരു ലാംഗ്വേജ് വന്നതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ഇംഗ്ലീഷ് മലയാളം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഇന്ത്യൻ വന്നു.
എന്നിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഏത് ലാംഗ്വേജാണ് ഇവിടെ ടൈപ്പായിട്ട് വരുന്നത്? ഹിന്ദി വന്നു അല്ലേ, കണ്ടോ? ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഹിന്ദി ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഓരോ ലാംഗ്വേജസും ആഡ് ചെയ്ത് കൊടുക്കാം. സെറ്റിങ്സിൽ പോയിട്ട് ഞാനിപ്പോൾ ഹിന്ദി ആഡ് ചെയ്ത് കൊടുത്ത പോലെ ഇതിൽ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്, നമുക്ക് അതുപോലെ ലാംഗ്വേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇന്ത്യ എന്നുള്ളതാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യാനാണ് അത് യൂസ് ആവുക. അതുകൊണ്ടാണ് ഞാൻ റൈറ്റർ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നില്ല, ഡോണ്ട് സേവ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, റൈറ്റർ നമുക്ക് എല്ലാവർക്കും എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ്, കാരണം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ ചെയ്യുന്നതാണ്. പിന്നെ മലയാളം ടൈപ്പിംഗ് ആണ് അതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് വരിക. അത് മലയാളം ടൈപ്പിംഗ് ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് വളരെ ഈസി ആവും. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് പഠിച്ചത് എങ്ങനെ നമുക്ക് ലാംഗ്വേജസ് പുതിയത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതും ചെയ്ത് നോക്കുക. വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.